ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബഡ്ജറ്റിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിനുള്ളത് 7 പദ്ധതികൾ. ബഡ്ജറ്റിൽ വകയിരുത്തിയത് 10 കോടി രൂപ. സംസ്ഥാന ബഡ്ജറ്റിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിനുള്ളത് 7 പദ്ധതികൾ. 10 കോടി രൂപ വകയിരുത്തിയാണ് ഇത്രയും പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയത്. പ്രതിസന്ധിക്കിടയിലും പുതിയ കാലത്തെ വികസന ലക്ഷ്യമുള്ള ഗ്രാഫീൻ പ്ലാൻ പോലത്തെ പദ്ധതികൾ മണ്ഡലത്തിൽ തുടങ്ങാനായത് നേട്ടമാണ്. 260 കോടിയുടെ ബൃഹത് പദ്ധതിയാണിത്. ഇതിനൊപ്പം പൊതുമരാമത്ത്, ആരോഗ്യം, ടൂറിസം മേഖലകളെ കൂടി പരിഗണിക്കാനായെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി പേവാർഡ് നിർമ്മാണത്തിന് 2 കോടി രൂപ. ബാപ്പുജി പാർക്കിന് സമീപം കരിമ്പുഴ പുഴയിൽ ബോട്ടിങ്ങും അനുബന്ധ പ്രവൃത്തികളും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി 2 കോടി രൂപ. ഐക്കലപ്പറമ്പ് പ്ലാത്തറയുമായി ബന്ധിപ്പിക്കുന്ന പാലവും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനുമായി 1 കോടി രൂപ. കടമ്പഴിപ്പുറം കൊല്ലിയാനി കുളക്കാട്ടുകുശി തുമ്പക്കണ്ണി റോഡ് നവീകരണത്തിന് 2 കോടി രൂപ. നെല്ലിക്കുശി മുതൽ കുതിരവഴി പാലം വഴി പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരം വരെ റോഡ് നവീകരണത്തിന് 1 കോടി രൂപ. മുന്നൂർക്കോട് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് 1 കോടി രൂപ. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ലക്കിടി റെയിൽവേ ഗേറ്റ് മുതൽ പല്ലാർമംഗലം ശ്മശാനം വരെയുള്ള റോഡ് നിർമ്മാണത്തിന് 1 കോടി രൂപ. കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ സഹകരണത്തോടെ ഗ്രാഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള വലിയ പ്രീ പ്രൊഡക്ഷൻ സെന്റർ ഒറ്റപ്പാലത്ത് സ്ഥാപിക്കുന്നതിന് 260 കോടി രൂപ എന്നിവയാണ് പ്രധാനമായും ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ 650 LED വിളക്കുകൾ സ്ഥാപിക്കാൻ നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. ഒറ്റപ്പാലം നഗരസഭയിലെ പഴയ തെരുവിളക്കുകളെ ചൊല്ലിയുള്ള പരാതികൾക്കിടെ പുതിയ തെരുവിളക്കുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നു. 28 ലക്ഷം രൂപ ചെലവഴിച്ച് 2 ഘട്ടങ്ങളിലായി LED വിളക്കുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി ഒരുങ്ങുന്നത്. നഗരസഭാ പരിധിയിലെ 36 വാർഡുകളിലായി പുതിയ 60 LED വിളക്കുകളാണ് സ്ഥാപിക്കുന്നത്. ഇതിനായുള്ള പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. തെരുവുവിളക്കുകൾ തീരെയില്ലാത്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പുതിയവ സ്ഥാപിക്കുന്നത്. ഒപ്പം കാലങ്ങളായി പ്രവർത്തിക്കാത്ത തെരുവുവിളക്കുകൾ മാറ്റുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. കൊട്ടേഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള എന്ന കമ്പനിയാണ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനായി കരാറുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് വിളക്കിന് 4450 രൂപയും അല്ലാതെ പ്രവർത്തിക്കുന്ന വിളക്കിന് 4200 രൂപയുമാണ് നിരക്ക്. ഓരോ വാർഡിലും 18 തെരുവിളക്കുകൾ സ്ഥാപിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. 28 ലക്ഷം രൂപയ്ക്ക് ലൈറ്റ് പരിപാലനവും നടക്കുമെന്നാണ് കമ്പനിയുമായി നഗരസഭയുടെ കരാർ. പുതിയ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതി ഈ മാസം തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് തുടങ്ങിയിട്ടുള്ളതെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിലും മറ്റു ഉൾപ്രദേശങ്ങളും ഉൾപ്പെടെ തെരുവിളക്കുകളുടെ പരിപാലനമായി കൃത്യമായി നടക്കുന്നില്ലെന്ന ആരോപണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പട്ടണത്തിലെയും ബസ് സ്റ്റാൻഡിലെയും തെരുവിളക്കുകളെല്ലാം നേരത്തെ പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തിരുന്നു. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി കേന്ദ്രീയ വിദ്യാലയം റോഡ് ഭഗവതി കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥികൾ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. ഇനിയൊരിടവേള.
ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. ACV കേരള നോർത്ത് മാർക്കറ്റിംഗ് ഹെഡ് ശ്രീകുമാറിന്റെ പിതാവ് അപ്പുക്കുട്ടൻ നായർ അന്തരിച്ചു. ACV കേരള നോർത്ത് മാർക്കറ്റിംഗ് ഹെഡ് ശ്രീകുമാറിൻ്റെ പിതാവ് കൂടപ്പുഴ കാളിവീട്ടിൽ അപ്പുക്കുട്ടൻ നായർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10-ന് ചാലക്കുടിയിൽ നടക്കും. അദ്ദേഹത്തിൻ്റെ മാതാവ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അന്തരിച്ചത്. പരേതയായ സതീദേവിയാണ് ഭാര്യ. ശ്രീദേവി, ഏഷ്യാനെറ്റ് നോർത്ത് സോണൽ മാനേജർ ശ്രീകുമാർ, ആലുവ വിദ്യാധിരാജ സ്കൂൾ അധ്യാപിക ശ്രീകല എന്നിവർ മക്കളാണ്. ശശികുമാർ, തേജ, രതീഷ് എന്നിവർ മരുമക്കളാണ്. അപേക്ഷിച്ച എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് മന്ത്രി MP രാജേഷ്. അടുത്ത 2.5 വർഷത്തിനകം അപേക്ഷിച്ച അർഹരായ എല്ലാവർക്കും പട്ടയം നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. മണ്ഡലത്തിലെ കറുത്തെടുത്ത് കോളനി, കുഞ്ഞമ്പു കോളനി, കുന്നത്തേരി കോളനി എന്നിവിടങ്ങളിലെ പട്ടയ വിതരണം അതതിടങ്ങളിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ആ നയത്തിൻ്റെ ചുവടുപിടിച്ചാണ് തൃത്താല മണ്ഡലത്തിലും പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി പട്ടയമേള നടന്ന മണ്ഡലവും തൃത്താലയാണ്. കഴിഞ്ഞ 25 മാസങ്ങൾക്കകം 1022 പട്ടയങ്ങൾ തൃത്താലയിൽ വിതരണം ചെയ്തു. 685 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം, 271 കോളനി പട്ടയം, 32 ലാൻഡ് അസൈൻമെൻറ്റ് പട്ടയം, 34 മിച്ചഭൂമി പട്ടയം എന്നിങ്ങനെ വിതരണം ചെയ്തു. തൃത്താലയിൽ ഒരു കാലത്തും വിതരണം ചെയ്യാത്ത അത്രയും പട്ടയങ്ങളാണ് ഈ കാലയളവിൽ നൽകാൻ കഴിഞ്ഞത്. അടുത്ത 2.5 വർഷം കൂടി കഴിയുമ്പോൾ അപേക്ഷിച്ച അർഹരായ ഒരാൾ പോലും പട്ടയം കിട്ടാത്തവരെ ഉണ്ടാവില്ലെന്നും മന്ത്രി പറഞ്ഞു. പട്ടിത്തറയിലെ കറുത്തെടുത്ത് കോളനി, കുഞ്ഞമ്പു കോളനി, ചാലിശ്ശേരിയിലെ കുന്നത്തേരി കോളനി എന്നിവിടങ്ങളിലായി 51 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. കറുത്തേടത്ത്, കുഞ്ഞമ്പു കോളനികളിൽ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ അധ്യക്ഷനായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR. കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ, പട്ടാമ്പി തഹസിൽദാർ ബിന്ദു, മുൻ തഹസിൽദാർ കിഷോർ എന്നിവർ സംസാരിച്ചു. കുന്നത്തേരി കോളനിയിൽ നടന്ന പരിപാടിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ അധ്യക്ഷയായിരുന്നു. മുൻ MLA TP കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം PV രജീഷ് കുമാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. തച്ചമ്പാറ കോട്ടത്താമല അംഗൻവാടി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ കോട്ടത്തമ്മലയിൽ നിർമ്മിച്ച പുതിയ അംഗൻവാടി കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തിൽ തൊഴിലുറപ്പ് ICDS ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള മൈതാനത്തോട് ചേർന്ന് ആധുനിക സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 2010 മുതൽ സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ ഇല്ലാതിരുന്ന ഗ്രാമപഞ്ചായത്തിലെ ഏക അംഗൻവാടിയായിരുന്ന കോട്ടത്തമ്മലയിലെ അംഗൻവാടിക്ക് 2021-22 സാമ്പത്തിക വർഷത്തിലാണ് 2,03,000 സെന്റ് സ്ഥലം വാങ്ങിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O. നാരായണൻകുട്ടി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഐഷ ബാനു, കാപ്പിൽപ്പാറ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിൽ ജോണി, ജനപ്രതിനിധികളായ PC ജോസഫ്, തനുജ രാധാകൃഷ്ണൻ, മല്ലിക, ഐസക് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. FSTEO ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. പെട്രോളിനും ഡീസലിനും തോന്നും പോലെ വില കൂട്ടി ജനങ്ങളെ ആകെ കെടുതിയിലാക്കും കേന്ദ്ര സർക്കാർ മുർദാബാദ്.
പാചകവാതക വില വർധനവിൽ പ്രതിഷേധിച്ച് FSETO ഒറ്റപ്പാലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം NGO യൂണിയൻ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ T. സുഗുകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം സ്വീകരിക്കുന്ന നയസമീപനങ്ങൾ മൂലം എല്ലാ മൂലധനത്തിനും അതുപോലെ തന്നെ കമ്പോളത്തിലും വിട്ടുകൊടുക്കുന്ന കേന്ദ്രത്തിന്റെ ഈ പുത്തൻ നയങ്ങൾ മൂലം ഇന്ന് ഇന്ത്യയിലെ സമസ്ത വിഭാഗം ജനങ്ങളും ദുരിതക്കയത്തിലാണ്. കഴിഞ്ഞ ജനുവരി 1-ാം തീയതിയാണ് പാചകവാതത്തിന് ഇതിൽ വില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇന്നലെ പാചകവാതത്തിന് വലിയ തോതിൽ വാണിജ്യ സിലിണ്ടറിനും അതുപോലെ തന്നെ ഗാർഹിക സിലിണ്ടറിനും ഒക്കെ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ അടുക്കളകളെ വലിയ ദാരിദ്ര്യത്തിലേക്ക് കടത്തിവിടുന്ന രീതിയിൽ തള്ളിവിടുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് പാചകവാതത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവർ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആലോചിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ല. ഇവർ സ്വീകരിക്കുന്ന നയ സമീപനങ്ങളൊക്കെ തന്നെ ഒരു പിടി സമ്പന്നർക്ക് വേണ്ടി അവർക്ക് അവരുടെ ധനമൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയ സമീപനങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. മോഡി അധികാരത്തിൽ വരുമ്പോൾ സിലിണ്ടറിന് 421 രൂപയാണ് വില. ഇപ്പോഴെന്താ വില? 1100 മുകളിലായി ഗാർഹിക സിലിണ്ടറിൻ്റെ വില, 2100 മീതെയായി വാണിജ്യ സിലിണ്ടറിൻ്റെ വില. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ നയം സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില അത് അടിസ്ഥാനമാക്കിയാണ് ഇവർ ഇത് വർദ്ധിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇത് വർദ്ധിപ്പിക്കാതിരിക്കാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ എണ്ണ കമ്പനികളെ സഹായിക്കാനല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇവർ ഇതിൻ്റെ വില ഇപ്പോൾ ഈ രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് GSTയുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതും GSTയുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം. GSTയുടെ പരിധിയിൽ വരുന്നതാണിത്. പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില GSTയുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ GSTയുടെ പരിധിയിലുള്ള ഇതിൻ്റെ വിലയും അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. KGOA നേതാവ് CP സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KGO സംസ്ഥാന കമ്മിറ്റി അംഗം P. സൈതലവി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി C. ശിവദാസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ KSTA നേതാവ് PM വെങ്കടേശ്വരൻ നന്ദി അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. BRCയുടെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു. BRC YIP ശാസ്ത്രപഥം പരിപാടിയുടെ ഭാഗമായി ഐഡിയേറ്റർമാർക്കുള്ള ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കുട്ടികളിൽ ശാസ്ത്രബോധം സൃഷ്ടിക്കുകയും ഇന്നോവേറ്റീവ് ഐഡിയകൾ ഉണ്ടാക്കുന്നതിനും ദിശാബോധം നൽകുന്നതിനും വേണ്ടിയാണ് നവീനം പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാലയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു നിർവഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ K. പ്രഭാകരൻ അധ്യക്ഷനായി. PM വെങ്കിടേശ്വരൻ, KM വിശ്വദാസ് എന്നിവർ പ്രസംഗിച്ചു. BRC ട്രെയിനർ M. ബിന്ദു സ്വാഗതവും ക്ലസ്റ്റർ കോർഡിനേറ്റർ K. സുനിത നന്ദി പറഞ്ഞു. ശില്പശാല നാളെ സമാപിക്കും. സമാപന പരിപാടി വാർഡ് കൗൺസിലർ ഫൗസിയ ഹനീഫ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് അവതരിപ്പിച്ച തൃത്താല നിയോജക മണ്ഡലം.
രാജ്യത്ത് ആദ്യമായി ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജലബജറ്റ് തയ്യാറാക്കി നിയോജക മണ്ഡലതല ജലബജറ്റിന് രൂപം നൽകിയ മണ്ഡലമായി തൃത്താല മാറി. തൃത്താല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 2 വർഷമായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷിൻ്റെ നേതൃത്വത്തിൽ ജലസംരക്ഷണം, കാർഷിക വികസനം, മാലിന്യ സംസ്കരണം, സുസ്ഥിര ഉപജീവനം എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് സുസ്ഥിര തൃത്താല എന്ന സംയോജിത പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് ജലസംരക്ഷണം. മണ്ഡലത്തിൽ ഭൂഗർഭ ജലവിതാനം അർദ്ധ ഗുരുതര അവസ്ഥയിലാണ്. ജല ഉപഭോഗം ശാസ്ത്രീയമായി ക്രമീകരിച്ച് തൃത്താലയെ ജലസുരക്ഷാ മണ്ഡലമാക്കുന്നതിൻ്റെ പ്രധാന ആവർത്തനമാണ് ജല ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. ജല ബജറ്റിലെ കണ്ടെത്തലുകളുടെ തുടർച്ചയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹായത്തോടുകൂടി വരും വർഷങ്ങളിൽ തൃത്താലയെ ജലസുരക്ഷാ പ്രദേശമാക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും നിലവിലുള്ള പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ജലമിച്ചമാണ് കാണിക്കുന്നതെങ്കിലും സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ജലക്കമ്മി മണ്ഡലത്തിൽ അനുഭവപ്പെടാറുണ്ട്. ഈ ജലക്കമ്മി പരിഹരിച്ച് ജലമിച്ചകാലമാക്കി ഈ മാസങ്ങളെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമെന്ന് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ P. സൈതലവി പറഞ്ഞു. ഒരു പ്രദേശത്തെ ജലലഭ്യതയും അതിൻ്റെ സുസ്ഥിരതയും വിശകലനം ചെയ്ത് ജലസുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ശാസ്ത്രീയ അടിത്തറയാണ് ജല ബജറ്റ്. ഒരു പ്രദേശത്ത് ഒഴുകിയെത്തുകയും അവിടെ നിന്ന് ഒഴുകിപ്പോകുകയും ചെയ്യുന്ന ജലത്തിൻ്റെ അളവിനെ ആശ്രയിച്ചാണ് അവിടെ ശേഖരിക്കപ്പെടുന്ന ജലത്തിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം കണക്കാക്കുക. ഒരു പ്രദേശത്തെ ജലത്തിൻ്റെ ലഭ്യതയും വിനിയോഗവും കണക്കാക്കി ശാസ്ത്രീയമായി ജലത്തിൻ്റെ ഉപയോഗം ക്രമീകരിക്കുന്നതിന് സഹായകരമായ രേഖയാണ് ജല ബജറ്റ്. ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിലാണ് ബ്ലോക്കുകളിൽ രാജ്യത്ത് ആദ്യമായി കഴിഞ്ഞ വർഷം ജല ബജറ്റ് തയ്യാറാക്കിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തൃത്താലയിലും ജല ബജറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കിട്ടുന്ന മഴവെള്ളം ഉൾപ്പെടെയുള്ള ജലലഭ്യത വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ജലത്തിൻ്റെയും അളവ് താരതമ്യം ചെയ്താണ് ജലം മിച്ചമാണോ കമ്മിയാണോ എന്ന് രേഖപ്പെടുത്തുന്നത്. തൃത്താലയിൽ ജല ബജറ്റിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി കാർഷിക കുളങ്ങളുടെ നിർമ്മാണം, പൊതുകുളങ്ങളുടെയും കിണറുകളുടെയും പുനരുജ്ജീവനം, കിണർ റീചാർജിംഗ്, നീർത്തടാധിഷ്ഠിതമായ വിവിധ പ്രവർത്തനങ്ങളിലൂടെ ജലസംരക്ഷണത്തിനുള്ള വേണ്ടിയുള്ള പ്രത്യേകമായ ഇടപെടലുകളും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഭൂഗർഭജലത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുക എന്നതാണ് ജല ബജറ്റിൻ്റെ തുടർ പ്രവർത്തനമായി ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ജൈവവേലി, മൺബണ്ട് കിണർ നിർമ്മാണം, കോണ്ടൂർ ട്രഞ്ച്, പുതുക്കുള നിർമ്മാണം, തട്ടുതിരിക്കൽ, മരം വെച്ച് പിടിപ്പിക്കൽ, കുളം പുനരുദ്ധാരണം, ഭൂവികസന പ്രവർത്തികൾ, മരക്കുഴി, തീറ്റപ്പുൽ കൃഷി, ബ്രഷ് വുഡ് ചെക്ക് ഡാം, കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് പാർശ്വഭിത്തി സംരക്ഷണം, കിണർ റീചാർജ്, കാർഷിക കുളം, കല്ലടക്ക് തടയണകൾ തുടങ്ങിയവ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നതായും അധികൃതർ അറിയിച്ചു. നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ജല ബജറ്റിൻ്റെ പ്രകാശനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. MGNREGS മിഷൻ ഡയറക്ടർ A. നിസാമുദ്ദീൻ ജല ബജറ്റ് മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. പാറകൾ പൂക്കുമ്പോൾ പദ്ധതി കുളക്കാടൻ മലനിരകളിൽ പുരോഗമിക്കുന്നു. വ്യത്യസ്തവും ഇതുവരെ ആരും മുന്നിട്ടിറങ്ങാത്തതുമായ റോഡ് ഫോറസ്റ്റ് എന്ന ആശയത്തിന്റെ ഭാഗമായ പാറകൾ പൂക്കുമ്പോൾ പദ്ധതിക്ക് കുളക്കാടൻ മലയെ കേന്ദ്രീകരിച്ച് തുടക്കമായി. മലയുടെ താഴ്വാരത്തെ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടിയുടെ കേളീരവത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം K. പ്രേംകുമാർ MLA നിർവഹിച്ചു. പാറയിൽ നിന്ന് ചേറിലേക്ക് പാറയിൽ ഒരു മിയാവാക്കി എന്ന വിദ്യാലയ പ്രോജക്റ്റുകളാണ് റോക്ക് ഫോറസ്റ്റ് എന്ന പുതിയ ചിന്തയിലേക്ക് എത്തിച്ചതെന്നും ഇതിലെ വിജയമാണ് ഈ ആശയം സമൂഹത്തിന് പ്രയോജനമാവുന്ന രീതിയിൽ വനം വകുപ്പുമായി ചേർന്ന് വിദ്യാലയം നടപ്പാക്കുന്നതെന്നും അധ്യാപകൻ B. അധിരാജ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി അധ്യക്ഷയായി. റോക്ക് ഫോറസ്റ്റ് മാർഗരേഖ ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റിയാസ് ജലാലുദ്ദീൻ ലബു ചെർപ്പളശ്ശേരി BPC NP പ്രിയേഷന് നൽകി പ്രകാശനം ചെയ്തു. ഒരു പുതിയ അനുഭവം നമ്മുടെ കുട്ടികൾക്ക് നാടിന് സമ്മാനിക്കാൻ, നമ്മുടെ നാട്ടിലെ ആളുകളുടെ അനുഭവങ്ങൾ അവർ കുട്ടികളുമായി പങ്കുവെക്കാനുള്ള അവസരം കൂടി ഇതിന്റെ എല്ലാം ഭാഗമായി ഉണ്ടാകുന്ന ഇത്തരം പരിപാടി തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. മരങ്ങൾ സംരക്ഷിക്കാനും കുട്ടികൾക്ക് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അഭിപ്രായവും നിലപാടുമെല്ലാം അറിയിക്കാനും കഴിയുന്ന പൊതുവായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് കൂടുതൽ കരുത്തും കൂടുതൽ കാര്യശേഷിയും ഉണ്ടാകട്ടെ. ആ നിലയിലുള്ള ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാ അർത്ഥത്തിലും തീർച്ചയായും നമ്മുടെ നാടിന് അതിനെ പിന്തുണയ്ക്കാനും കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ രാമൻകുട്ടി മാഷുടെ വീട്ടിലാണ് നമ്മൾ ഇന്നിവിടെ ചേരുന്നത്. ചരിത്രത്തിൽ ഇന്ന് ലളിതാംബിക അന്തർജനം ഓർമ്മദിനം.
കേരളത്തിലെ പ്രശസ്തിയായ കഥാകൃത്തും നോവലിസ്റ്റുമായ ലളിതാംബിക അന്തർജനം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലെ കോട്ടുവട്ടം എന്ന സ്ഥലത്ത് 1909 മാർച്ച് 30-നാണ് ജനനം. ഒരു മുത്തശ്ശിയായിരിക്കെ എഴുതിയ അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിലെ ചിരപ്രതിഷ്ഠയായി മാറി. അഗ്നിസാക്ഷി അതേ പേരിൽ തന്നെ സിനിമയായിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു. കവിതകളിലൂടെ സാഹിത്യലോകത്ത് പ്രവേശിച്ച ഇവർ കാലക്രമേണ അറിയപ്പെടുന്നൊരു കഥാകൃത്തുമായി. മലയാളത്തിലെ പ്രമുഖ കഥാകാരി കൊട്ടാരക്കരയിലെ കോട്ടവട്ടത്തായിരുന്നു ജനനം. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ കവിതാരംഗത്തും കഥാരംഗത്തും ഒന്നുപോലെ കരവിരുത് തെളിയിച്ചിട്ടുള്ള സാഹിത്യകാരിയായിരുന്നു ലളിതാംബിക അന്തർജനം. കൊട്ടാരക്കര താലൂക്കിൽ കോട്ടവട്ടത്ത് തെങ്ങുന്നത്ത് മഠത്തിൽ ദാമോദരൻ പൊറ്റിയുടെ പുത്രിയായിരുന്നു ജനനം. പിതാവ് ശ്രീമൂലം പ്രജാസഭ അംഗവും പണ്ഡിതനും സമുദായ പരിഷ്കർത്താവുമായിരുന്നു. മാതാവ് ഹരിപ്പാട് ചെങ്ങാരാപ്പള്ളി നങ്ങായ അന്തർജനം. കേരള നിയമസഭാ സ്പീക്കർ, മന്ത്രിയുമായിരുന്ന ഡി ദാമോദരൻ പൊറ്റി ഉൾപ്പെടെ 8 സഹോദരന്മാരുടെ ഏക സഹോദരിയായിരുന്നു ലളിതാംബിക. പാലാ രാമപുരത്ത് അമ്മനക്കര ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയായിരുന്നു ഭർത്താവ്. മലയാളത്തിലെ പ്രമുഖ കഥാകൃത്തുകളിൽ ഒരാളായിരുന്നു എൻ മോഹനൻ. ഇവരുടെ രണ്ടാമത്തെ പുത്രനായിരുന്നു. ഭാസ്കരകുമാരൻ, രാജൻ, ലളിത, ലീല, ശാന്ത, രാജേന്ദ്രൻ എന്നിവരായിരുന്നു മറ്റു മക്കൾ. വിദ്യാഭ്യാസം സ്വഗൃഹത്തിൽ വെച്ച് നടത്തി. മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകൾ വശമാക്കി. കവിതയിലൂടെ സാഹിത്യ ജീവിതം ആരംഭിച്ചു. തുടർന്ന് കഥാരചനയിൽ ഏർപ്പെട്ട് പേരെടുത്തു. അന്തർജനത്തിൻ്റെ തിരഞ്ഞെടുത്ത കഥകളുടെ അവതാരകയിൽ അവരുടെ സാഹിത്യ സൃഷ്ടിപരമായ അന്തചോദനയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിയന്ത്രണാതീതമായ സർഗചോദനയ്ക്ക് കീഴടങ്ങി സാഹിത്യ സൃഷ്ടി ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. ഭാവനാശക്തിക്ക് തീ കൊളുത്തുന്ന അനുഭവങ്ങളിൽ നിന്ന് നേരിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് അവരുടെ കഥകൾ. 4 കെട്ടുകൾക്കുള്ളിൽ മൂടുപടങ്ങളിലും മറക്കുടകളിലും മൂടി നെടുവീർപ്പിട്ട് കണ്ണീർ വാർത്തു കഴിഞ്ഞ ആത്തോൽ സമൂഹത്തിൻ്റെ ദുരന്ത കഥകൾക്ക് നാവും നാമവും കൊടുക്കാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന പ്രതിഭാസമാണ് അന്തർജനം. ജന്മന കവിയായ അവരുടെ കവിത്വത്തിൻ്റെ അഭിരാമത കവിതയിലെ പോലെ കഥകളിലും കാണാൻ കഴിയും. 1937-ലാണ് ലളിതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തോടെ കാവ്യലോകത്ത് രംഗപ്രവേശം ചെയ്തത്. തുടർന്ന് അതേ വർഷം തന്നെ അംബികാഞ്ജലി എന്ന കഥാസമാഹാരവും രചിച്ചു. 1965-ൽ പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് ഇവരായിരുന്നു. കുഞ്ഞോമന എന്ന ബാലസാഹിത്യ കൃതിക്ക് കല്യാണി കൃഷ്ണമേനോൻ പ്രൈസും 1973-ൽ സീത മുതൽ സത്യവതി വരെ എന്ന കൃതിക്ക് നിരൂപണ പഠനത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1977-ൽ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ആദ്യത്തെ വയലാർ പുരസ്കാരവും ലഭിച്ചു. സോഷ്യൽ വെൽഫെയർ ബോർഡ്, കേരള സാഹിത്യ അക്കാദമി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, ഡയറക്ടർ ബോർഡ്, പാഠപുസ്തക കമ്മിറ്റി എന്നിവയിൽ അംഗമായിരുന്നു. 1946-ൽ പുറത്തിറങ്ങിയ മൂടുപടത്തിൽ, 1949-ൽ പുറത്തിറങ്ങിയ കാലത്തിൻ്റെ ഏടുകൾ, തകർന്ന തലമുറ, 1950-ൽ പുറത്തിറങ്ങിയ കിളിവാതിലൂടെ, 1951-ൽ പുറത്തിറങ്ങിയ കൊടുങ്കാറ്റിൽ നിന്ന്, 1955-ൽ പുറത്തിറങ്ങിയ കണ്ണീരിൻ്റെ പുഞ്ചിരി, അഗ്നിപുഷ്പങ്ങൾ, തിരഞ്ഞെടുത്ത കഥകൾ, 1968-ൽ പുറത്തിറങ്ങിയ സത്യത്തിൻ്റെ സ്വരം, 71-ൽ പുറത്തിറങ്ങിയ വിശ്വരൂപം, 73-ൽ പുറത്തിറങ്ങിയ ധീരേന്ദ്ര മജുംദാറിൻ്റെ അമ്മ, 79-ൽ പുറത്തിറങ്ങിയ പവിത്രമോതിരം, മാണിക്യൻ, മാറാലകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ചെറുകഥകൾ. 1977-ൽ പുറത്തിറങ്ങിയ അഗ്നിസാക്ഷി, 79-ൽ പുറത്തിറങ്ങിയ മനുഷ്യരും തുടങ്ങിയവയായിരുന്നു പ്രധാന നോവൽ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ്. ലളിതാഞ്ജലി, ഓണക്കാഴ്ച, ശരണമഞ്ജരി, ഭാവദീപ്തി, നിശബ്ദ സംഗീതം, ഒരു പൊട്ടിച്ചിരി, ആയിരത്തിരി, ആത്മകഥയ്ക്കൊരാമുഖം എന്നിവ അവരുടെ കവിതാ സമാഹാരങ്ങളാണ്. ഗ്രാമബാലിക, പുനർജന്മം, വീരസംഗീതം തുടങ്ങിയവ നാടകങ്ങളും ഗ്രാമബാലിക ലഘുനോവലുമാണ്. കുഞ്ഞോമന, ഗോസെ പറഞ്ഞ കഥ എന്നിവ അവരുടെ ബാലസാഹിത്യമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.